2025 ജനുവരി മാസം റിലീസ് ചെയ്ത കോമഡി ആക്ഷൻ മിനി സീരീസാണ് സ്റ്റഡി ഗ്രൂപ്പ്. ഇതേ പേരുള്ള വെബ്റ്റൂണിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ സീരീസ്. യാതൊരു വിധത്തിലും ആസ്വാദനത്തെ ബാധിക്കാത്ത രീതിയിലായിരിക്കും ഈ റിവ്യൂ. വയലൻസും പ്രൊഫാനിറ്റി ഉള്ളതുകൊണ്ട് ഈ സീരീസിന് 18+ റേറ്റിംഗ് ആണുള്ളത്. ഹ്വാങ് മിങ് ഹ്യൂൻ, ഹാൻ ജി യോൺ, ജാവു മിൻ, ലീ ജങ് ഹ്യൂൻ, ഷിൻ സു ഹ്യൂൻ, യൂൻ സങ് ജാങ്, ഗോഡോ യു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. യുൻഗാമിൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് നന്നായി പഠിക്കണം, പഠിച്ച് നല്ല കോളേജിൽ എത്തണം എന്നുള്ളത്. അതിനായി അവൻ രാപ്പകലില്ലാതെ പഠിച്ചു. പുതിയ ഗൈഡുകൾ വാങ്ങി, ട്യൂഷൻ ആളെ വെച്ചു. പക്ഷേ അവൻ്റെ വിധി അവസാന 3 റാങ്കുകളിൽ ഒതുങ്ങാനായിരുന്നു. എന്നാൽ അങ്ങനെ തളരാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. അതെല്ലാം തൻ്റെ പരിശ്രമക്കുറവാണെന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ നല്ല കോളേജിൽ പോകണം, യൂസങ് ഹൈസ്കൂളിൽ തന്നെ പോകണമെന്ന് കുട്ടികൾ തമാശ പറഞ്ഞത് കേൾക്കുന്ന ഗാമിൻ സർഗാസം മനസ്സിലാവാതെ യൂസങ് സ്കൂളിലേക്ക് ഹൈസ്കൂൾ പഠനത്തിനായി പോകുന്നു. അത്യധികം സന്തോഷത്തോടെ അവൻ ക്ലാസ് വാതിൽ തുറന്നു. താൻ എത്തിയത് വിദ്യാഭ്യാസത്തിന് പകരം അഭ്യാസം മാത്രം നടക്കുന്ന തല്ലിപ്പൊളി സ്കൂളിലാണെന്ന് മനസ്സിലാക്കുന്ന ഗാമിൻ എങ്ങനെയും ഇവിടെയെങ്കിലും പഠനത്തിന് മുന്നിലെത്തണമെന്ന് തീരുമാനിക്കുന്നു. തൻ്റെ നിലവാരം നന്നായി അറിയാവുന്ന അവൻ പഠനത്തിൽ സഹായിക്കാൻ ഒരു സുഹൃത്തിനെ തിരയുന്നു. ഒടുവിൽ പഠിക്കാൻ മിടുക്കനും ക്ലാസ്സിൽ രണ്ടാമനുമായ കിംസേനെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അവൻ അതിന് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ ബുള്ളിയിങ് നന്നായി അനുഭവിച്ചിരുന്ന അവനെ ഗാമിൻ സഹായിക്കുന്നു. അതെ, പഠിക്കാൻ പുറകോട്ടായിരുന്നെങ്കിലും മാർഷൽ ആർട്സിൽ അവൻ എക്സ്പേർട്ടായിരുന്നു. ചെറുപ്പം മുതലേ അങ്കിളിൻ്റെ കൂടെ അവൻ ജീറ്റ് കുണ്ടോ അടക്കം മാർഷൽ ആർട്സുകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. അതോടെ സെഹ്യൂൻ അവനെ പഠനത്തിന് സഹായിക്കാമെന്ന് ഏൽക്കുന്നു. പഠനത്തിനായി ക്ലാസ് ടീച്ചറുടെ സഹായത്തോടെ അവർ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. 5 ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യാമെന്ന് പ്രിൻസിപ്പാൾ അറിയിക്കുന്നു. തുടർന്ന് മെമ്പേഴ്സിനായി തിരയുകയും പരിശ്രമങ്ങൾക്കൊടുവിൽ 5 മെമ്പേഴ്സിനെ കിട്ടുന്നു. ഇവർ 5 പേരും ക്ലാസ് ടീച്ചർ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിലൂടെയും കഥ മുന്നോട്ട് പോകുന്നു. ക്ലാസ് ടീച്ചറെ അവതരിപ്പിച്ച ഹാൻ ജി യോൺ, വില്ലൻ വേഷത്തിലെത്തിയ ജാവു മിൻ, കിംസേൻ അവതരിപ്പിച്ച ലീ ജങ് ഹ്യൂൻ ഇവരെ എടുത്തു പറയേണ്ടതാണ്. 3 പേരും അതിഗംഭീരമായി കൈകാര്യം ചെയ്തിരിക്കുന്നു. കൂടാതെ ആക്ഷൻ നന്നായിരുന്നുവെങ്കിലും പല സ്ഥലങ്ങളിലും, എക്സാമ്പിളായി മാർക്കോസ് സിനിമയിലെ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ പല ആക്ഷനും ക്ലീൻ ആയിരുന്നില്ല, ചിലയിടങ്ങളിൽ കംപ്ലീറ്റും ആയിരുന്നില്ല. ഈ പ്രശ്നങ്ങൾ ഈ സീരീസിലെ ആക്ഷനുമുണ്ട്. വെബ്റ്റൂണിന് നീതി പുലർത്തണം എന്നുള്ളത് കൊണ്ടാവണം നായകനും വില്ലനും അമാനുഷികത കൊടുത്തത് കല്ലുകടിയായി തോന്നി. ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സീരീസ് കാണുമ്പോൾ തോന്നണമെന്നില്ല. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും സീരീസിൻ്റെ ത്രില്ലിങ്ങിനെ ബാധിച്ചിരുന്നില്ല. 2025 3 മാസം കഴിഞ്ഞു. ഇതുവരെ ഇറങ്ങിയതിൽ മികച്ച സീരീസുകളിൽ ഒന്ന് തന്നെയാണ് സ്റ്റഡി ഗ്രൂപ്പ്.